മോർണിംഗ് യൂട്യൂബ്, വെൽക്കം ടു മോഡസി ഡ്രൈവ്. നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഇൻട്രൂഡറാണ്. സുസുക്കിയുടെ സ്വന്തം ഇൻട്രൂഡർ. സുസുക്കിയുടെ നോർമൽ അല്ലെങ്കിൽ സുസുക്കിയുടെ ആകെപ്പാട് ഇന്ത്യയിൽ കൊണ്ടുവന്ന മോഡേൺ ക്രൂസർ എന്ന് പറയേണ്ടി വരും. ഇതിന്റെ എലമെന്റ്സ് എല്ലാം, ഈ ഫോർക്കും ബാക്കി ചാസിയും എല്ലാം ജിക്സറിൽ നിന്ന് നേരെ കടങ്ങൊണ്ടിട്ടുള്ളതാണ്. സോ ഈ ബൈക്ക് ടോട്ടലി നോക്കുകയാണെങ്കിൽ ജിക്സറാണ്. ജിക്സറിനകത്ത് ഒരു ക്രൂസർ സ്പെക്കിലോട്ട് മാറ്റിയിരിക്കുകയാണ് മൊത്തത്തിൽ. അതൊരു തെറ്റായ കാര്യം നീ ഒരിക്കലും പറയത്തില്ല. ഇപ്പൊ എല്ലാം നിഞ്ച 60 തന്നെ സെയിം മോഡലാണ്, വേഴ്സസ് 650 ഉണ്ട് ഓഫ് റോഡ്. അതുപോലെ തന്നെ അതിന്റെ സെയിം മോഡലൊരു ക്രൂയിസർ മോട്ടോർ സൈക്കിളും കൂടെ ഉണ്ട്. സോ എല്ലാം ഒരേ ചാസിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ ഈ ബൈക്ക് കൂടുതലായിട്ട് പേര് കേട്ടതെന്ന് വെച്ചാൽ ഇത് ഫുള്ള് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബിഗ് ബൈക്കിന്റെ ഫീൽ കിട്ടത്തില്ലെന്ന് വെച്ചിട്ടാണ്. സോ അതിനകത്ത് എനിക്കൊരു ചേർച്ചയില്ല. കാരണം പ്ലാസ്റ്റിക് ആണ് ഇത് സംഭവം, ഒരു സീനുമില്ല. ഇത് ഇവിടെയൊക്കെ വീണ പാടുണ്ട്. പക്ഷെ വീണ പാടുണ്ടായിട്ട് പോലും ഈ പ്ലാസ്റ്റിക്കിന് ഒരു റാറ്റ്ലിങ്ങോ ഒരു പ്രശ്നങ്ങളോ പറയാനില്ല. സോ ഇറ്റ് ഈസ് പെർഫെക്റ്റ്. നിങ്ങളിപ്പം ഈ ബൈക്കിൽ നിന്ന് വീണാൽ പോലും ഈ പ്ലാസ്റ്റിക്കിന് ഒരു സൗണ്ടും ഉണ്ടാക്കുന്നില്ല. പിന്നെ അപ്പം മെറ്റലും പ്ലാസ്റ്റിക്കുമായിട്ട് വലിയ വ്യത്യാസമില്ലല്ലോ. പിന്നെ ഈ ബൾക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ ബൈക്കിന്റെ ഡിസൈൻ ഫിലോസഫി അങ്ങനെയാണ് പോകുന്നത്. ഈ ബൈക്ക് ഇങ്ങനെ ബൾക്കായിട്ടാണ് ഇരിക്കേണ്ടത്. ഇൻട്രൂഡ് 1800 നിന്ന് മിനിസ്ക്യൂലായിട്ട് അവർ കൊണ്ടുവന്നൊരു ബൈക്ക് എന്നാണ് സുസുക്കി അവകാശപ്പെടുന്നതെങ്കിലും എനിക്കിന്നെ പ്രഥമ ദൃഷ്ടിയായിട്ട് നമ്മുടെ ഗോൾഡ് വിങ്ങിന്റെ ഇവിടെ ഒക്കെ ഗോൾഡ് വിങ്ങിന്റെ പോലെ ഉണ്ട്. ഹോണ്ടയുടെ ഗോൾഡ് വിങ്ങിന്റെ ലുക്കിലോട്ടാണ് വരുന്നത്. എഞ്ചിനെ കുറിച്ച് സംസാരിക്കുന്ന സെയിം സുസുക്കിയുടെ എഞ്ചിനാണ്, 155 cc എഞ്ചിനാണ്. പക്ഷേ എഞ്ചിനകത്ത് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാരണം ഇവിടെയാണ് എയർ ഫിൽറ്റർ വരുന്നത്. എയർ ഫിൽറ്റർ ബോക്സ് ഭയങ്കര വലുതാണ്. വലിയ എയർ ഫിൽറ്റർ ബോക്സ് ആയതുകൊണ്ട് എഞ്ചിന് കുറച്ച് ബ്രീത്തബിലിറ്റി കൂടുതൽ കിട്ടും, കൂടുതൽ എയർ സക്കിൻ ചെയ്യാൻ പറ്റും. സോ ഇതിനൊരു ടോർക്ക് ഫീലൊക്കെ കുറച്ചും കൂടെ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു. ജിക്സറിനേക്കാളും കുറച്ചും കൂടെ വണ്ടി എൻഗേജിങ് ആണ് ടോർക്ക്. നമ്മളിപ്പോൾ 5th ഗിയറിൽ പോയിട്ട് കൈ കൊടുത്താൽ തന്നെ വണ്ടി ഒന്ന് വലിച്ചു പോകുന്നൊരു ഫീലുണ്ട്. അതായത് മിഡ് റേഞ്ച് അപ്പാരം എന്ന് തന്നെ പറയേണ്ടി വരും. ചെറിയ മാറ്റമുണ്ട്. പിന്നെ സ്പ്രോക്കറ്റിങ്ങിന്റെ ഒരു ടീത്തിന്റെ വ്യത്യാസമുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് നോക്കുമ്പോഴത്തേക്കും ബൈക്ക് ഒരു ഓൾമോസ്റ്റ് അവർ ജിക്സറിന്റെ എഞ്ചിനെ കൊണ്ട് താങ്ങുന്നതിന്റെ അപ്പുറം ഈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് സുസുക്കിയോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഈ എഞ്ചിൻ മാറ്റിയിട്ട് നമ്മുടെ GS 150 എഞ്ചിൻ ഉണ്ടല്ലോ, ലെജൻഡറി എഞ്ചിൻ, ആ എഞ്ചിൻ വിത്ത് 6 ഗിയേഴ്സ് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ബൈക്ക് രക്ഷപ്പെട്ടു പോയേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആ എഞ്ചിന്റെ ഒക്കെ സൈസ് എന്ന് പറഞ്ഞാൽ നല്ല സൈസാണ്. ഇതിപ്പം ഫുള്ളായിട്ട് എഞ്ചിൻ മൂടി പുതച്ചു വെച്ചിട്ടും ഇതാണ് ഇതിന്റെ എഞ്ചിന്റെ ടോപ്പ്. കണ്ട, ഇത്രയേ ഉള്ളൂ എഞ്ചിന്റെ ടോപ്പ്. ഒരു ക്രൂയിസർ ബൈക്കിനകത്ത് ഇത്രയും ചെറിയൊരു എഞ്ചിൻ വരുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു ലുക്ക് മാറും. ഇത് അവർ മാക്സിമം ഈ മറ്റേ പ്ലാസ്റ്റിക് ക്ലാഡിംഗ് ഒക്കെ വെച്ച് മറച്ചിട്ടുണ്ടെങ്കിലും ആ എഞ്ചിൻ സൈഡിൽ കൂടെ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഇത് ചെറിയ എഞ്ചിൻ, ചെറിയ CC ബൈക്കാണ്. ഇതിനകത്തൊരു GS 150 cc എഞ്ചിൻ വെച്ചിരുന്നെങ്കിൽ ഒരു വലിയ സബ്സ്റ്റാൻഷ്യൽ മോട്ടോർ സൈക്കിളിന്റെ ലുക്ക് വന്നതിന് എഞ്ചിൻ വൈസ്. ബാക്കിയല്ലാതെ എനിക്ക് പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഫ്രണ്ടിലുള്ള ABS ബ്രേക്കാണ്. പിന്നെ നമ്മൾ ടോപ്പിൽ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ടോപ്പ് കണ്ടോ, ബൈക്കിന്റെ ലുക്ക് ഇങ്ങനെയാണ്. സീറ്റ് എന്ന് പറഞ്ഞാൽ പക്കാ സീറ്റാണ്. പക്കാ സീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സീറ്റ്. നമ്മുടെ അവഞ്ചറിന്റെ സീറ്റിനേക്കാളും സൂപ്പർ എന്നേ ഞാൻ പറയത്തുള്ളൂ. അവഞ്ചറിന്റെ സീറ്റ് കുറച്ചും കൂടെ സോഫ്റ്റ് ആണ്. ഇത് അങ്ങനെയല്ല. ഇത് കുറച്ച് സോഫ്റ്റുമാണ്, ഹാർഡുമാണ്. നമുക്ക് എപ്പോഴും ഒരു കുറച്ച് ഹാർഡ്നെസ് വേണം ലോങ് പോകാനായിട്ട്. അതെന്തായാലും ഈ സീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പില്ലിയന് ബാക്ക് റെസ്റ്റ് ഉണ്ട്. എന്റെ വൈഫുമായിട്ട് ഞാൻ കൊല്ലം വരെയൊക്കെ പോയി നോക്കിയിട്ട് പുള്ളിക്കാരി പറഞ്ഞു ഇതാണ് ബൈക്ക് എന്ന്. കാരണം പുള്ളിക്കാരിക്ക് ഭയങ്കര ഇംപ്രഷൻ ആയിപ്പോയി. 150 cc ആണെങ്കിലും ഈ കാല് വയ്ക്കുന്ന ഈ ഭാഗത്തോട്ടാണ്. സോ നമ്മൾ നല്ല സ്ട്രെച്ച് ചെയ്തിരുന്നാണ് വണ്ടി ഓടിക്കുന്നത് ടോട്ടലി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ബൈക്കാണ്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ പ്ലാസ്റ്റിക് മാറ്റിയിട്ട് ഇവിടെ ഇരുമ്പ് കയറ്റിയിരുന്നെങ്കിൽ ഒരു കാര്യമില്ല. കാരണം ഇതിനിപ്പോഴും ഒരു 45 ഒക്കെ മൈലേജ് കിട്ടുന്നുണ്ട് കോൺസ്റ്റന്റ് ആയിട്ട്. ആ മൈലേജ് കുറഞ്ഞു പോകാനുള്ള ചാൻസ് ആയിരിക്കും. നമുക്കിനി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ജിക്സറിനകത്ത് ഓടിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം മനസ്സിലായത്. ഇതൊരു പെർഫെക്റ്റ് നമ്മുടെ റോഡിന് പറ്റിയ ഏറ്റവും നല്ലൊരു ക്രൂയിസർ എന്നുള്ള സെഗ്മെന്റിലോട്ടാണ് ഈ ബൈക്ക് വരുന്നത്. കാരണം വെച്ചാൽ ഒരു ഹെവി എഞ്ചിൻ അല്ലെങ്കിൽ ഹെവി മോട്ടോർ സൈക്കിൾ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള പവർ വരും, വെയിറ്റ് വരും. അതൊക്കെ നമ്മുടെ റോഡിന് പറ്റുമോ? എനിക്ക് സംശയമുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും ഞാനൊരു മെഡിക്കൽ റെപ്പായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സോ എനിക്ക് ദിവസവും നല്ലവണ്ണം യാത്രയുണ്ട്. അങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് സീറ്റിന് കംഫർട്ട് വേണം, പിന്നെ ഫ്യൂൽ എക്കണോമി വേണം, പിന്നെ എന്ന് വെച്ചാൽ കുറച്ച് റിലയബിലിറ്റി വേണം. ഈ ബൈക്കിന് ഈ മൂന്നും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെ എല്ലാവരും അന്നത്തെ ഈ ഇൻട്രൂഡർ ഇറങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞ പോലത്തെ ഈ വണ്ടി വെറുതെ പ്ലാസ്റ്റിക് കുത്തിക്കയറ്റി വെച്ചേക്കുവാണ്, ഇനി ലുക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും ഇല്ല. ലുക്സ് ആർ സബ്സ്റ്റാൻഷ്യൽ എന്നേ ഞാൻ പറയത്തുള്ളൂ. ലുക്കുണ്ട്. ഈ വണ്ടിക്ക് നല്ല പർപ്പസ്ഫുള്ളി ബിൽഡാണ്. നമ്മുടെ കാലൊക്കെ ഫ്രണ്ടോട് സ്ട്രെച്ച് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. നമുക്ക് എത്ര കിലോമീറ്റർ ഓടിച്ചാലും ഒരു സ്ട്രെയിനും വരുന്നില്ല. പിന്നെ എനിക്ക് ആകെ പറയാൻ നേരത്തെ ഭാഗത്തിൽ പറഞ്ഞ പോലെ ഒരു GS 150 എഞ്ചിൻ വെച്ചിരുന്നെങ്കിൽ
സുസുക്കി എന്താണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എനിക്കറിയത്തില്ല. GS1300 എഞ്ചിൻ വെച്ച് പെർഫെക്റ്റ്ലി കൗണ്ടർ ബാലൻസ്ഡ് എഞ്ചിനാണ്. ഇതും കൗണ്ടർ ബാലൻസ്ഡ് എഞ്ചിനാണ്, പക്ഷേ ഇതിനേക്കാളും റിഫൈൻഡ് എഞ്ചിനാണ് GS1300 ഇരിക്കുന്നത്. പ്ലസ് അതിനകത്ത് 6ാമത്തെ ഗിയറിലുണ്ട്. ഇത് ഹൈവേ ക്രൂയിസിങ്ങിനും പെർഫെക്റ്റായി മാറിയാണ്. ഈ എഞ്ചിന് 5 ഗിയറേ ഉള്ളൂ. ആ 5 ഗിയറിൻ്റെ ഒരു പോരായ്മയുണ്ട്. ഇന്നൊരു 6ാമത്തെ ഗിയറും കൂടെ നമുക്ക് എപ്പോഴും ഒരു ക്രൂയിസർ ബൈക്കിന് 6ാമത്തെ ഗിയറൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമില്ല. നമുക്ക് എപ്പോഴും ക്രൂയിസ് ചെയ്യണമെങ്കിൽ ഒരു 6ാമത്തെ ഗിയർ വേണം. ഇത് പിന്നെ നമ്മൾ ഒരിക്കലും സുസുക്കി കൊണ്ടുവന്നതിൻ്റെ ലക്ഷ്യം ഇത് തന്നെയാണ്. അവരൊരിക്കലും ഇതൊരു സീരിയസ് ക്രൂയിസറായിട്ടല്ല കൊണ്ടുവന്നത്. നമുക്ക് ക്രൂയിസറിന് ലുക്കും വേണം, ചെറിയ കമ്മ്യൂട്ട്സ് നടത്താൻ പറ്റിയ ഒരു സെഗ്മെന്റിലാണ് ഈ സാധനം കൊണ്ടുവന്നിരിക്കുന്നത്. മൊത്തത്തിൽ എനിക്ക് നമുക്കറിയാലോ ജിക്സറിന്റെ ഫ്രണ്ട് ആൻഡ് ഫീലും എല്ലാം സൂപ്പറാണ്. ജിക്സറിന്റെ ഹാൻഡ്ലിങ്ങും ഞാൻ വെരി മച്ച് എനിക്കിഷ്ടമുള്ളൊരു ബൈക്കാണ് ജിക്സർ. ആ സെയിം ബൈക്കിന്റെ ഹാൻഡ്ലിംഗ് ആണ് ഈ ഇൻട്രൂഡറിനും വരുന്നത്. ആ സെയിം ചാസിക്കകത്ത് തന്നെ അതിന്റെ ബാക്കിൽ സ്വിങ് ആം കുറച്ച് നീട്ടം കൂട്ടിയാണ് ഈ ലുക്കിലോട്ട് ബൈക്ക് വരുത്തിയേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വളവെടുക്കാനൊക്കെ ഒരു അവഞ്ചറിനെ പോലൊന്നുമല്ല, നല്ല കോൺഫിഡൻറ്റ് ഇൻസ്പയറിംഗ് തന്നെയാണ്. ഫ്രണ്ടിലെ ടയർ 100 സൈസും ബാക്കിലത്തെ 140 വരുന്നുണ്ട്. കോർണറിങ് ഒന്നും വലിയ സീനൊന്നുമില്ല, വണ്ടി കയ്യിൽ നിന്ന് പോകത്തേയില്ല. ജിക്സറിന്റെ ഓൾമോസ്റ്റ് സെയിം ഹാൻഡ്ലിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ കാല് വയ്ക്കുന്ന ഫ്രണ്ടിലോട്ടായിരുന്നു നമുക്ക് എത്ര കിലോമീറ്റർ വേണം വണ്ടി ഓടിച്ചു പോകും വിത്തൗട്ട് എനി സ്ട്രെയിൻ. പിന്നീട് ഫ്യൂവൽ എക്കണോമിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ 45 കിലോമീറ്ററോളം ഒക്കെ എനിക്ക് മൈലേജ് കിട്ടുന്നുണ്ട് പെർ ലിറ്റർ. അതപ്പം ഏറ്റവും നല്ലൊരു കാര്യം തന്നെയല്ലേ. പിന്നെ ഇതിന്റെ ലുക്കാണ് പറയേണ്ടത്. നമ്മളിപ്പോൾ ഒരു ബുള്ളറ്റിനെ കൂടെ കൊണ്ട് വെച്ചാലും അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ബുള്ളറ്റ് അവഞ്ചറിനെ കൂടെ കൊണ്ടുവച്ചാലും ഈ സുസുക്കിയുടെ എംബ്ലവും ഈ സാധനം ആരും അധികം കാണാത്ത ഇൻട്രൂഡർ എന്ന പേരും കൂടെ കാണുമ്പോഴത്തേക്ക് എന്നോട് പലരും വന്ന് ചോദിച്ചു, ചേട്ടൻ ബുള്ളറ്റ് ഉള്ള എൻ്റെ കൂട്ടുകാരൻ വന്ന് ചോദിച്ചു, അണ്ണാ ഇതെങ്ങനെ മുതലാവുന്നു, ഇതിന് നല്ല പെട്രോൾ അടിക്കണം, ഇതിലൊക്കെ പോയി എങ്ങനെ മുതലാവുന്നു, ബുള്ളറ്റ് ഉള്ളൊരു കൂട്ടുകാരൻ ചോദിച്ചു. കാരണം വെച്ചാൽ അവൻ്റെയൊക്കെ കണ്ണിൽ ബുള്ളറ്റിനേക്കാളും വലിയ ഏതൊരു ബൈക്ക് ഒരു 500cc 600cc ബൈക്കായിട്ടാണ് തോന്നുന്നത് ഈ സാധനം. സൈഡിൽ നിന്നൊക്കെ ഉള്ള ലുക്ക് എന്ന് വെച്ചാൽ വെരി എന്താ പറയുക, കിഡിലൻ. ആകപ്പാടെ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് പ്ലാസ്റ്റിക്കിന്റെ അതിപ്രസരം കൂടിപ്പോയെന്ന് പലരും പറയുന്നു. പക്ഷെ പ്ലാസ്റ്റിക്കിന്റെ അതിപ്രസരം കൂടിയാലും അതെനിക്കൊരു പ്രശ്നമല്ല. കാരണം നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് തരുന്നുണ്ട് ഈ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ. 155cc ബൈക്ക് ഏത് ഓടിച്ചാലും ഈ ഒരു ആൾക്കാരിൽ നിന്നൊരു റെസ്പോൺസ് കിട്ടത്തില്ല. എല്ലാവരും നമ്മളെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് എന്തോ വലിയ ബൈക്ക് ഓടിച്ചു പോകുന്ന ഒരു ഫീലാണ് നോക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സുഖം കിട്ടും. അതാണ് എനിക്ക് ഇൻട്രൂഡറിനകത്ത് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം. പിന്നീട് ഞാനായിട്ട് പറയാനായിട്ട് എനിക്കൊന്നുമില്ല. കാരണം സുസുക്കി ജിക്സർ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ജിക്സർ ഓടിച്ചൊരാൾക്ക് എന്താണ് ഇൻട്രൂഡറിനെ കുറിച്ച് സംസാരിക്കുന്നത്? സെയിം ഹാൻഡ്ലിംഗ്, സെയിം പെർഫോമൻസ്, സെയിം എല്ലാം. പിന്നീട് പറയേണ്ടത് ഇതിനകത്ത് വലിയ എയർ ബോക്സ് ആണ്. സോ മോർ എയർ ഈക്വൽ ടു മോർ പെർഫോമൻസ് ആണ്. സോ നമ്മൾ ഒരു ജിക്സറിനകത്ത് K&N വെച്ച പോലത്തെ ഒരു K&N എയർ ഫിൽറ്റർ വെച്ച പോലത്തെ ഒരു അവസ്ഥയാണ്. നമുക്ക് ഒരു 5th ഗിയറിൽ പോലും ജസ്റ്റ് കയ്യിൽ നിന്ന് കൊടുക്കുമ്പോഴത്തേക്കും വണ്ടി അതുപോലെ അങ്ങനെ വലിച്ചോണ്ട് അങ്ങ് പോകുന്നുണ്ട്. അതായത് നമ്മൾ ലോങ് ഒക്കെ പോകുമ്പോഴത്തേക്കും ഇതിന്റെ ഈ കൊച്ചു എഞ്ചിന്റെ പ്രശ്നങ്ങളൊന്നും നമുക്ക് വലുതായിട്ട് ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇതുമായിട്ട് ഒറ്റയടിക്ക് തിരുവനന്തപുരം വരെ പോയി വന്നിട്ടും എനിക്ക് വലിയ ക്ഷീണമോ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് പവർ കുറവിൻ്റെതായ പ്രശ്നങ്ങളുമില്ല. നമ്മളിത് 70-80 ഒക്കെ പിടിച്ചു പോകണേ ഈ ബൈക്ക് നല്ലവണ്ണം കീപ്പപ്പ് ചെയ്യുന്നുണ്ട്. അത്രയൊക്കെ നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ അഡീഷണൽ സേഫ്റ്റി ഫീച്ചർ ആയിട്ട് ഇതിനകത്ത് ഫ്രണ്ടിൽ ABS ഉണ്ട്, ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. പിന്നെ ബ്രേക്കിംഗ് ഒന്നും ഒരു പ്രശ്നമില്ല, എക്സലന്റ് ആണ്. പക്ഷെ എനിക്ക് ആകെപ്പാട് പ്രശ്നം വെച്ചാൽ ഇത് ക്രൂയിസർ സ്റ്റൈൽ മോട്ടോർ സൈക്കിളാണ്. പക്ഷെ ക്രൂയിസേഴ്സിനെല്ലാം ബാക്ക് ബ്രേക്കിനാണ് കുറച്ച് ബ്രേക്കിംഗ് കൂടുതൽ കൊടുക്കുന്നത്. ഇതിനങ്ങനെയല്ല, ഇതിന് ഫ്രണ്ടിലാണ് ബ്രേക്ക് ബൈറ്റ് കൂടുതൽ കിട്ടുന്നത്. ബാക്ക് ബ്രേക്ക് ഒരുമാതിരി ഫ്ലിംസിയാണ്. ആ ഒരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. കുറച്ചും കൂടെ ബാക്കിലോട്ടായിരുന്നു ബ്രേക്കിന് പവർ വരേണ്ടതെന്ന് തോന്നി. എന്തൊക്കെ പറഞ്ഞ് ജിക്സർ അല്ലേ അകത്തിരിക്കുന്നത്, അതായിരിക്കാം ഇങ്ങനെ ഇരിക്കുന്നത്. ജിക്സറിന്റെ സെയിം ബ്രേക്കിംഗ് തന്നെയാണ് പറഞ്ഞു വരും ദി എൻഡ് ഓഫ് ദി ഡേ. അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഞാനിപ്പം പറയുന്ന എല്ലാ നാട്ടുകാരെല്ലാം കളിയാക്കുന്ന പോലെ സംഭവങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പർപ്പസ്ഫുൾ ആയിട്ടൊരു ബൈക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു മുതൽ തന്നെയാണ് ഈ ഇൻട്രൂഡർ. നിങ്ങളൊരു അവഞ്ചറിന്റെ അല്ലെ ബജാജിന്റെ ഒരു ക്വാളിറ്റി ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ല. പിന്നെ അവഞ്ചറിന്റെ ചേസസ് എന്ന് പറഞ്ഞാൽ കാവസാക്കിയുടെ എലിമിനേറ്ററിന്റെ ചേസസ് ആണ്. അത് 95-96 മോഡല് ഒരു ഡിസൈൻ ചേസസ് ആണ് ഇപ്പോഴും കൊടുക്കുന്നത്. സോ ആ ചേസസിന് അതിനനുസരിച്ചുള്ള ഡ്രോബാക്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാം, അവഞ്ചർ നല്ല വളവൊക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും. അങ്ങനെ ഇഷ്ടംപോലെ പേര് പോയി തെന്നി വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ അൾട്രാ മോഡേൺ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിൽ, ജിക്സറിന്റെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കിയുകൊണ്ട് മോഡേൺ ആയതുകൊണ്ട് നമുക്ക് വളവൊക്കെ എടുക്കാൻ വീശിയെടുക്കാനൊക്കെ നല്ല ഫുൾ കോൺഫിഡൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വേറെ സീനൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ബൈക്ക് നോക്കുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട, സംഭവം വേണേ എടുക്കാം. ഐ ഫുള്ളി റെക്കമെൻഡ്.